ഞാൻ ഓൾ കേരള റിട്ടയർഡ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ടി മുഹമ്മദ് അലി. ഈ രംഗം കഴിഞ്ഞ 50 വർഷമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജനങ്ങളുമായി ഏറ്റവും ബന്ധപ്പെടുന്ന ഒരു വിഭാഗമായ റേഷൻ വ്യാപാരികൾ. ഞങ്ങളോളം ബന്ധമുള്ളവർ കേരളത്തിൽ ആരുമില്ല. കാരണം ഞങ്ങൾക്ക് 600-700 കുടുംബങ്ങളുമായി ഓരോ വ്യാപാരിയും നേരിട്ട് ബന്ധപ്പെടുന്നവരാണ് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ. അതുകൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആദ്യം പ്രതികരിക്കുന്നൊരു വിഭാഗം റേഷൻ വ്യാപാരി. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരായൊരു വിഭാഗം അത് റേഷൻ വ്യാപാരികളാണ്. അവരുടെ വേതന പാക്കേജ് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. 2018 റേഷൻ വ്യാപാരികൾക്കൊരു വേതനം നിശ്ചയിച്ചത്. ഏകദേശം 7 കൊല്ലമായി. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ആ 18,000 രൂപയാണ് 45 കിൻഡൽ റേഷൻ വിറ്റാൽ ഒരു വ്യാപാരിയുടെ വേതനം. ആ വേതനത്തിൽ നിന്ന് വേണം അവരുടെ സെയിൽസ്മാന് ശമ്പളം കൊടുക്കാൻ, കറണ്ട് വാടക, ഇതെല്ലാം കൊടുത്താൽ വ്യാപാരികൾക്കൊന്നും ബാക്കിയാവാത്തൊരവസ്ഥ. ഇതുകൊണ്ട് തന്നെ ജീവിക്കാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമായി കേരളത്തിലെ റേഷൻ വ്യാപാരികൾ മാറിയിരിക്കുന്നു. ഈ സർക്കാർ 4ാം വർഷം ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ടോ ഈ വിഭാഗത്തെ അവഗണിക്കുന്നു. കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന, അതുമാത്രമല്ല സർക്കാർ പ്രഖ്യാപിക്കുന്ന എല്ലാ സൗജന്യങ്ങളും, ഒരു ക്രൈസിസ് ഉണ്ടായാൽ ആദ്യം പ്രഖ്യാപിക്കുന്നത് സൗജന്യ റേഷനാണ്. അത് സമയബന്ധിതമായി പരാതികളില്ലാതെ ഈ കാർഡ് ഉടമകളുടെ കയ്യിലെത്തിക്കുന്നത് വ്യാപാരികളാണ്. ഞങ്ങളുടെ കുടുംബക്കാരും ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങളുടെ അയൽക്കാരുമാണ് ഞങ്ങളുടെ കാർഡ് ഉടമകൾ. അവരുടെ വിഷമങ്ങളും പട്ടിണിയും അറിയുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ഒരു പരാതിക്കും ഇട നൽകാതെ അവിടെ എത്തിയിരുന്നു. കഴിഞ്ഞ കോവിഡ് കാലത്തുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് വേറെ നിങ്ങൾക്കറിയാം. ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ ജനങ്ങൾക്കറിയാം. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കരാറുകാർ സമരത്തിലാണ്. കരാറുകാരുടെ സമരം ഇന്നേക്ക് 22 ദിവസമായി. ആ സമരം ഇന്ന് വരെ തീർക്കാനോ അവരുമായി സംസാരിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. റേഷൻ വ്യാപാരികൾ മിതവും ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ 24 മണിക്കൂർ ഞങ്ങളുടെ സമരം നീണ്ടിട്ടില്ല. ഞങ്ങളുടെ സമരം തുടങ്ങിയ സമയത്ത് തന്നെ ഭീഷണിയും സസ്പെൻഷനും അറസ്റ്റും ഒക്കെ ബദൽ സംവിധാനം ആലോചിക്കലും. ഇന്ന് 22 ദിവസം കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായിട്ടില്ല. ഈ അവസ്ഥ മനസ്സിലാക്കണം. കേരളത്തിൽ മഴ തുടങ്ങി, സ്കൂൾ തുറക്കുന്നു. സാധാരണക്കാരന് ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഈ സമയത്താണ് കേരളത്തിലെ റേഷൻ കടകൾ കാലിയാവുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയും സർക്കാരും പറഞ്ഞു റേഷൻ കടയിൽ അരിയുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ശരിയാണ്. എല്ലാ വിഭാഗങ്ങൾക്കും കൊടുക്കാനുള്ള അരി ഞങ്ങളുടെ കടയിലില്ല. ഏകദേശം ഒരുപാട് 10-30% കടകൾ കാലിയായിട്ടുണ്ട്. ഉള്ള കടകളിൽ തന്നെ, അതായത് ഒരു കാർഡ് ഉടമയ്ക്ക് 2 കിലോ പച്ചരി, 2 കിലോ കുത്തരി, 2 കിലോ വെള്ളയരി. പക്ഷേ അതില്ല. ഏതെങ്കിലും ഒന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഗോതമ്പില്ല, അല്ലെങ്കിൽ ആട്ടയില്ല, അല്ലെങ്കിൽ ഏവൈക്കാർക്ക് കൊടുക്കാനുള്ള പഞ്ചസാരയില്ല. എല്ലാം കൂടി ഒരു കാർഡ് ഉടമയ്ക്ക് നൽകാനുള്ളത് ഇന്ന് കേരളത്തിലെ ഒരു കടയിലുമില്ല എന്ന അവസ്ഥ സർക്കാർ മനസ്സിലാക്കണം. ഇത് റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇത് വിറ്റാലേ ഞങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് 1 കിലോ അരി വിറ്റാലേ ₹1.80 കിട്ടുള്ളൂ. അവിടെയാണ് വിഷയം. റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചോളം എന്തുകൊണ്ട് റേഷൻ വ്യാപാരികൾ ഈ സമരം തീർക്കണം എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കൊരു സംശയം ഉണ്ടാവും. എന്തുകൊണ്ട് വ്യാപാരികൾ ഈ രംഗത്തിറങ്ങുന്നു? എന്തുകൊണ്ട്? അത് വിറ്റാലേ ഞങ്ങളെ കുടുംബം ജീവിക്കാൻ കഴിയുള്ളൂ, നമ്മളെ കുടുംബത്തിന് അരി വാങ്ങാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് വേണ്ടി തന്നെ പ്രശ്നം തീർക്കണമെന്ന് മുരളി കൂട്ടുന്നത്. രണ്ടാമത്തെ വിഷയം, ഞങ്ങളെ മുന്നിൽ വന്നിട്ടാണ് കാർഡ് ഉടമ വിഷമിച്ചു പോകുന്നത്. അവൻ്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ അരിയില്ലാതെ ഞങ്ങളുടെ മുന്നിൽ നിന്നും പോകുമ്പോൾ ഞങ്ങൾക്കത് വിഷമമുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇത്രയും ദിവസമായിട്ട് ആരെങ്കിലും പ്രതികരിച്ചോ? ജനപ്രതിനിധികൾ പ്രതികരിച്ചോ? ആരും പ്രതികരിച്ച് കണ്ടിട്ടില്ല. അവിടെയും റേഷൻ വ്യാപാരികളായി. റേഷൻ മേഖലയിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ ആദ്യം പ്രതികരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. റേഷൻ അലോട്ട്മെൻറ്റ് വെട്ടിക്കുറച്ചപ്പം ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. കേന്ദ്ര നീതി ആയോഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആരെ കാണാത്തത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേരളത്തിൽ ഞങ്ങളുടെ ബഹുമാന്യ പ്രസിഡന്റ് ജോണി നെല്ലൂരിൻ്റെ നേതൃത്വത്തിൽ ഇപ്പടുത്ത ദിവസം കേന്ദ്രമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ DBT നടപ്പാക്കാൻ പോകുന്നു, അതായത് ഡയറക്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം. അങ്ങനെ വരുമ്പം റേഷൻ തന്നെ ഇല്ലാതാകാൻ പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇതിനൊക്കെ എതിരെ പ്രതികരിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം എനിക്കറിയാം മൗനം ധരിക്കുകയാണ്. ഒരു മൗനം. എന്താണ് ഈ മൗനത്തിൻ്റെ അർത്ഥം? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങളെ അറിയുന്ന ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല.
ഞങ്ങൾ ജീവിക്കുന്നത് കൊണ്ടാണ്. അതേമാതിരി 95 ലക്ഷം കുടുംബങ്ങളായി ബന്ധം ഞങ്ങൾക്കാണ്. ഞങ്ങളോളം ബന്ധമുള്ളവർ കേരളത്തിൽ ആരുമില്ല. അത് മനസ്സിലാക്കണം. പട്ടിണിയില്ലാത്തൊരു സമൂഹത്തിന് എല്ലാ രംഗത്തും പുരോഗതി ഉണ്ടാക്കാൻ കഴിയും. വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും. അതിൻ്റെ പ്രധാന കാരണം കേരളത്തിലെ റേഷൻ കടകളാണ്. കേരളത്തിലെ റേഷൻ കടകൾ മാത്രമാണ് മാവേലി സ്റ്റോറുകൾ. ഒരു നല്ല പൊതുവിതരണ ശൃംഖലയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. അത് എന്തുകൊണ്ടോ കേരളത്തിലെ ധനവകുപ്പ് വേണ്ട രീതിയിൽ കാണുന്നില്ല. ഭക്ഷ്യവകുപ്പിന് ആവശ്യമായ ഫണ്ട് ധനവകുപ്പ് നൽകുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഈ പ്രതിസന്ധി, ഈ അവഗണന കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങളുമായി ബന്ധപ്പെടുന്ന റേഷൻ വ്യാപാരികളെ നെഞ്ചേറ്റേണ്ട സർക്കാർ എന്തുകൊണ്ടോ അവഗണിക്കപ്പെടുന്നു. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾക്കറിയാം. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞങ്ങളെ കൂടെ നിൽക്കുന്നവരാണ് കേരളത്തിലെ കാർഡുടമകൾ. അവർക്ക് ഞങ്ങളറിയാം. എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, അങ്ങ് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടണം. ഞങ്ങളുടെ കമ്മീഷൻ ആദ്യമായി 2018 അങ്ങാണ് ഈ റേഷൻ വ്യാപാരികൾക്ക് ഒരു കമ്മീഷൻ വ്യവസ്ഥ തന്നത്. അതുകൊണ്ട് തന്നെ അങ്ങയോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ഒരു മാന്യമായി കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന ഒരു 900 രൂപ ഒരു വ്യാപാരിക്ക് കിട്ടത്തക്ക രൂപത്തിൽ ഞങ്ങളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കണം. ഞങ്ങൾക്കൊരു ക്ഷേമനിധിയുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായമില്ലാത്ത ക്ഷേമനിധി. ആ ക്ഷേമനിധിയിൽ സർക്കാരിൻ്റെ സഹായം നൽകി ഇൻഷുറൻസ് പരിരക്ഷ വ്യാപാരിക്കും കുടുംബത്തിനും സെയിൽസ്മാനും കുടുംബത്തിനും ഉണ്ടാക്കണം. ഇക്കാര്യത്തിലൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇടപെടണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് ചെയ്ത അങ്ങ് റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ നിന്നും ഒരു വേതന വ്യവസ്ഥയിലേക്ക് മാറ്റിയ അങ്ങ് ഈ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ റേഷൻ സംവിധാനം സുതാര്യമാക്കാൻ, ജനോപകാരപ്രദമാക്കാൻ അങ്ങ് ഇടപെടണം എന്ന് അങ്ങയോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ മേഖലയിലെ സ്തംഭനാവസ്ഥ ഇന്നിപ്പോൾ സ്തംഭിച്ച് നിൽക്കുകയാണ് റേഷൻ സംവിധാനം. ആ സ്തംഭനാവസ്ഥ ഒഴിവാക്കി കരാറുകാർക്കും വ്യാപാരികൾക്ക് നൽകാൻ ഒരു നടപടിയെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ഒന്നുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. Kadodi Gold and Diamonds, Mavur, Puvattuparambு. Kadodi Gold and Diamonds, Mavur, Puvattuparambு. Invest your sleep on right mattress. 4-Wish mattress for healthy sleep.